വിഭാഗം സംസ്കൃതം പദ്യത്തിലും കന്നഡ പദ്യത്തിലും ഒന്നാം സ്ഥാനം നേടിയ ഒരു കൊച്ചുമിടുക്കൻ അർജുനാണ് കൂടെയുള്ളത്. ഹായ് അർജുൻ. ഹായ്. രണ്ട് ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ? അതെ. അവ രണ്ടിലും ഒന്നാം സ്ഥാനം നേടി. എപ്പോഴായിരുന്നു മത്സരം? ഇന്നായിരുന്നു മത്സരം നടന്നത്? കന്നഡ പദ്യം ഇന്നലെ ആയിരുന്നു, സംസ്കൃത പദ്യം ഇന്ന് കഴിഞ്ഞു. ആരാ പഠിപ്പിച്ചൊക്കെ? കന്നഡ എൻ്റെ സ്കൂളിലുള്ള ഒരു ടീച്ചറുടെ മോളാണ്. അപ്പം അവർ പഠിക്കാൻ പോകുന്ന കന്നഡ പാട്ടിന് തന്നെ പ്രത്യേകം പഠിക്കുന്ന ഒരാളാണ്. അപ്പം LP ഒരു പ്രാവശ്യം എന്നെ പഠിപ്പിച്ച് ഞാൻ പോയായിരുന്നു. അപ്പം എനിക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വീണ്ടും സബ് ജില്ലയിൽ കയറിയായിരുന്നു, അതിൽ ഫസ്റ്റ് കിട്ടി. ഇപ്പം ജില്ലയിലും ഫസ്റ്റ് കിട്ടി. ജില്ലയിലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാ തവണയും പോകാറുണ്ടോ? മത്സരത്തിന് പോകാറുണ്ട്? അതെ. ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പം 6 ആറാം ക്ലാസ് പഠിക്കുന്നത്. അപ്പം UP-യിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടല്ലേ? സംഗീതം പഠിക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 5 വർഷമായി പഠിക്കുന്നുണ്ട്. സംഗീതം പഠിക്കുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നത്? പ്രസീത ഷാജി. മോൻ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ ജാനകി മെമ്മോറിയൽ UP സ്കൂൾ ചെറുപുഴയിൽ. അപ്പോൾ ചെറുപുഴയിൽ നിന്ന് വന്നിപ്പോൾ രണ്ടൈറ്റത്തിലാണോ ജില്ലയിലേക്ക് മത്സരിച്ചത്? ഇനി ഒരെണ്ണം നാളെയും ഉണ്ട്. 3 ഐറ്റം ഉണ്ട് മൊത്തം അല്ലേ? വ്യക്തിഗത ഐറ്റം 3 അപ്പോൾ നാളെ ഏതാ മത്സരിക്കാനുള്ളത്? നാളെ സംസ്കൃതം ഗാനാലാപനം. അപ്പോൾ 3 വ്യക്തിഗത ഐറ്റത്തിനാണ് നമ്മുടെ ജില്ലയിലേക്ക് വന്നിട്ടുള്ളത്. ഓൾറെഡി 2 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ടല്ലേ? അപ്പോൾ സംസ്കൃതമായാലും കന്നഡയായാലും ഏതിലെങ്കിലും ഒരു 4 വരി നമുക്ക് പാടാൻ വേണ്ടി പറ്റുമോ? ഏത് പാടാം? കന്നഡ പാടാം. ഓക്കെ. ಎಡವಿಡದೆ ದಾರಿಯರು ಬಲು ಮಂತ್ರಿ ಮಂತೆ ಸುತ ನಡೆದ ದೆಸೆಯಲಿ ನಿಜಾಂಗನೆ ಹಿಂದೆ ಬರೆ ಭೂಮಿಯೊಡೆಯ ನೊಡಿವಿಗಳೊಡೆದ ನಂಗಳ ನೊಡಂಬಟ್ಟು ಮುನಿಗಿತ್ತ ಚೆಂದಿ ತನ್ನ ಬಿಡೆ ದಕ್ಷಿಣವ ಬಿಟ್ಟು ದಕ್ಷಿಣಾರ್ಥಂಗಳ ಕೊಡುವೆನೆಂಬುತ್ತವನು ತರಿಸಲುತ್ತರಂ ಬಿಡಿದು ನಡೆದಂ ನೆರವನಾರುವಂ ಹಾರದಾದೀರ ಕಾಂತಾರದೊಳಗೆ. ഈ കന്നഡ പദ്യത്തിന്റെ അർത്ഥം എന്താ? ആശയം എന്താ? അത് വിശ്വാമിത്രൻ മഹർഷി ചൂതുകളിയിൽ തോറ്റപ്പം രാജ്യം വിടേണ്ടി വന്നു. അപ്പോൾ രാജ്യം വിട്ടു കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർഭങ്ങൾ, അദ്ദേഹം കുടുംബത്തോടൊപ്പമുള്ള സന്ദർഭങ്ങൾ കൂടിച്ചേർത്തൊരു പദ്യം ആണ് ഞാനിപ്പോൾ പാടിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇതാണല്ലേ തുടക്കം ആണ്. അപ്പോൾ നമ്മുടെ സംസ്കൃതത്തിൻ്റെ എന്തായിരുന്നു പദ്യത്തെ? അത് എന്താണ്, ഒരു എനിക്കിപ്പോൾ എൻ്റെ സാറ് എന്താ പറയുക, ഞാൻ ഈ ആദ്യമായിട്ട് സംസ്കൃത പദ്യത്തിന് പങ്കെടുക്കുന്നത്. അതെ. അപ്പം ആദ്യം സാറ് ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. നല്ല കേൾക്കാനൊരു ഇത് കാരണം ഞാനത് 1 മാസം കൊണ്ട് ആ ചുരുക്കത്തിൽ ഞാൻ നല്ലത് പഠിച്ചെടുത്തു. സബ് ജില്ലയിൽ എനിക്ക് പാട്ട് പാടുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം പാടുന്നതല്ല, അപ്പോൾ തെറ്റുണ്ടാവും അല്ലേ. അപ്പോൾ ഈ സംസ്കൃതം ഭാഷയൊക്കെ സംസാരിച്ച് ക്ലിയർ ആയോ? സെറ്റായോ? പഠിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഇതായി വരുന്നു. 5ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഈ കന്നഡ പദ്യത്തിനോടുള്ള താല്പര്യം എന്തായിരുന്നു? അത് എൻ്റെ ടീച്ചറായിരുന്നു, ഹിന്ദി ടീച്ചർ ആണ് എനിക്ക് കന്നഡ പദ്യം. അങ്ങനെയായിരുന്നു അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് UP തലത്തിനാണെങ്കിൽ സ്റ്റേറ്റ് മത്സരം ഇല്ലല്ലോ, ജില്ല വരെയാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കൂടെ വേണമായിരുന്നു തോന്നുന്നുണ്ടല്ലേ? സ്റ്റേറ്റിൽ കൂടെ ഒന്ന് നമ്മുടെ ജില്ലകൾ തമ്മിലൊന്ന് പോരാട്ടത്തിന് പോകാമായിരുന്നു അല്ലേ? അപ്പോൾ ഇനി ഏതായാലും പോട്ടെ, UP കഴിഞ്ഞത് ഇപ്പോൾ ഹൈസ്കൂൾ വരുമല്ലോ. ഹൈസ്കൂളിൽ നമുക്ക് ഇതിലൊക്കെ പങ്കെടുക്കണം. നമ്മൾ ജില്ലയിലൊക്കെ ഫസ്റ്റ് അടിച്ചുകൊണ്ട് സ്റ്റേറ്റിൽ പോകണം. നമ്മുടെ കണ്ണൂരിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റിൽ പോയിട്ട് 1ാം സ്ഥാനം തന്നെ വാങ്ങിക്കണം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഹൈസ്കൂൾ വരുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും ജില്ലയിൽ വരെ വന്നിട്ട് അല്ലേ 1ാം സ്ഥാനം കിട്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിലാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിലും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ നല്ല വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കട്ടെ കേട്ടോ. താങ്ക്സ്.